ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോ ഇന്നൊരു സൺഡേ ആണ്, സ്ലോ ഡേ ആണ്. ഞാൻ എണീറ്റപ്പോ തന്നെ നല്ല ലേറ്റ് ആയി. ഇന്നലെ രാത്രി മൂവി ഒക്കെ കണ്ടു കിടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അപ്പൊ എണീറ്റപ്പോഴും സ്വാഭാവികമായിട്ട് ലേറ്റ് ആയി. കണ്ടില്ലേ, പുറത്ത് വെളിച്ചം, നല്ല ഉച്ച സമയമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഉച്ചയ്ക്ക് കിടന്നുറങ്ങണേ, ഐ മീൻ ഉച്ചയ്ക്ക് എണീക്കണേ? അല്ല, ഞാൻ എണീറ്റിട്ട് കുറച്ചു നേരമായി. വീട്ടിൽ ഫോൺ വിളിച്ചു, ഷോണായിട്ട് സംസാരിച്ചു, വെറുതെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ സ്ക്രോൾ ചെയ്തിരുന്നു. നാട്ടിൽ എന്തൊക്കെയാ നടക്കണേന്ന് അറിയണ്ടേ നമ്മൾ ഇവിടെ ഇരുന്നാലും. അപ്പോ അപ്ഡേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് വയറിന് വിശക്കാൻ തുടങ്ങിയപ്പോ ഞാൻ എണീറ്റു ബെഡിന്ന് പതുക്കെ. അപ്പൊ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേന്നൊക്കെ. നമുക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് നോക്കാം. പിന്നെ എന്റെ റൂംമേറ്റ്സ് നോർത്ത് ഇന്ത്യൻസ് ആണ്, അവര് ഇപ്പോ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നു. ചപ്പാത്തിന്റെ ആട്ട കുറച്ചുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ മുട്ട ബുർജി പോലെ ഞാൻ സ്ക്രാമ്പിൾഡ് ആണ് ഉദ്ദേശിക്കുന്ന ചീസൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ പറ്റുമല്ലോ നോക്കാം. എന്റെ വേർഷൻ ട്ടാ, ഇത് ആരും ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം. സ്ക്രാമ്പിൾഡ് എഗ് അല്ല, കുറച്ച് ഞാൻ എന്റെ വേർഷൻ ഉണ്ടാക്കി പിടിച്ച് വന്നപ്പോഴേക്കും എന്റെ മൂഡ് പോയി. കാര്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ, അവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇനി ഒന്നും ഉണ്ടാക്കാൻ മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അച്ചാറും കൂട്ടി കഴിച്ച് സൺഡേ ലഞ്ച് അവസാനിപ്പിച്ചു. ഈവനിങ് പുറത്തു പോവാന്ന് വിചാരിച്ചിട്ട് വേഗം പണിയൊക്കെ തീർത്ത് ഫ്രീ ആയി. വിചാരിക്കരുത് ഇവള് എണീറ്റ ഉടനെ രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണോ രാത്രി ഉറങ്ങാൻ കിടക്കണേന്ന് തന്നെ. അല്ല, ഞാന് വീഡിയോയിൽ വരാനായിട്ട് ലിപ്സ്റ്റിക് ഇട്ടതാണ് കേട്ടോ. അപ്പൊ ഈവനിങ് ആയപ്പോ ഞാൻ അടുത്തുള്ള മാർക്കറ്റിൽ പോവാണ്. കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനും പിന്നെ വീഡിയോസിൽ നിങ്ങളെക്കും അവിടുത്തെ ഏരിയ ഒക്കെ കാണിക്കാലോ എന്ന് വിചാരിച്ച് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുവാണ്. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പൊ ഞാൻ ബസ് കയറി പോവാണ്. ബസ് വരുന്നു, ഈ ബസ്സിൽ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ നല്ല വെതറാ, തണുപ്പൊന്നുമില്ല. ഇപ്പൊ മണി 7:30 7:45, നേരെ ഇരുട്ടിയിട്ടില്ല. സമ്മർ തുടങ്ങിയില്ലേ. അപ്പോ സാധാരണ ഒരു 8-8:30 ആകുമ്പോ ഇരുട്ടാറുണ്ട്. പക്ഷെ ഇന്ന് ഇരുട്ടും തോന്നണില്ല. നോക്കാം നമുക്ക്. ഇത് സമ്മറിന് സ്റ്റാർട്ട് ആയതുകൊണ്ടാട്ടോ ഒരു 8 മണിയാകുമ്പോഴേക്കും 8-8:30 ആകുമ്പോഴേക്കും ഇരുട്ടണേ. പക്ഷെ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ സമ്മർ കുറച്ചും കൂടി എന്താ പറയാ പീക്ക് ടൈമിൽ എത്തുമ്പോ 9-9:15 9:30 ആവും ഇരുട്ടുമ്പോ. ഉസ്മാൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നമുക്ക് കുറെ കോസ്മെറ്റിക് ഐറ്റംസും പിന്നെ ഡെയിലി യൂസിലെ ഐറ്റംസും കിട്ടും. പക്ഷെ നല്ല കോസ്മെറ്റിക്സ് വാങ്ങിക്കണമെങ്കിൽ ഈ ഷോപ്പിൽ വരണം. ഞാൻ ഇന്ന് ഈ ഷോപ്പിലല്ല പോണേ, നമുക്ക് ഒരു ദിവസം പോകുമ്പോൾ കാണാം. വേഗം പോണം, 8 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ കടകളൊക്കെ അടയ്ക്കും. നമ്മുടെ നാട്ടിലും പണ്ടെങ്ങനെയായിരുന്നു തോന്നുന്നു, ഇപ്പൊ 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ അടയ്ക്കുള്ളൂ. സമ്മറൊക്കെ ആയോണ്ടാട്ടോ ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നത്. വിന്റർ ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം ഐസ് മൂടി കിടക്കും. പിന്നെ ഫുൾ ഇരുട്ടും 3 മണിയാകുമ്പോൾ ഭയങ്കര ഷോക്കായിരിക്കും. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, ആൾക്കാരുണ്ട്. വിന്റർ ആകുമ്പോൾ ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ന് പോണത് വൂൾവർത്തിലാണ്. നമുക്ക് കുറച്ച് എന്താ പറയാ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെ വരാം, ഡോളർ ഷോപ്പിൽ വരാം. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കെറ്റൽ വാങ്ങാനാണ് വന്നത്. ഇവിടെ അത്യാവശ്യം വില കുറവായിരിക്കും. സാധാരണ വില കുറവ് ഉണ്ടാകാറുണ്ട്. നോക്കാം നമുക്ക് ഏതാ സെലക്ട് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയോ ഓഫർ ഉണ്ട് അവിടെ കണ്ടില്ലേ, നോക്കാം. ഇവിടെ പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. കുറച്ച് വില കുറവാണ്. അന്ന് അത്രയും വില കുറവെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ജർമ്മൻ ഷോപ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ്. പിന്നെ ഇന്ന് എന്തൊക്കെയോ ഓഫേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം കൂടി കുത്തിക്കെറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ലഗേജ് കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ അത്യാവശ്യം വില കുറവുന്ന സാധനങ്ങൾ കിട്ടും. ഇനി ഇതിനേലും വില കുറവിലുള്ള ഷോപ്പിലാണെങ്കിൽ നമുക്ക് യൂറോ ഷോപ്പിൽ പോയാൽ മതി. ഞാൻ നേരത്തെ ഡോളർ ഷോപ്പ് എന്നാ പറഞ്ഞ, യൂറോ ഷോപ്പ് ഇട്ടോ. ഈ ഏരിയനെ ഞങ്ങള് ഫ്രണ്ട്സ് ഓൾഡ് ടൗൺ എന്നാ പറയാ. പക്ഷെ ഇതിനെ ശരിക്കും എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കാം എപ്പോഴെങ്കിലും.
അപ്പോൾ ഞാൻ വുൾവർത്തിൽ നിന്ന് ഇറങ്ങി. ഓൾമോസ്റ്റ് അത് ക്ലോസ് ആയി. ഞാൻ എന്നോട് പറഞ്ഞു ക്ലോസിങ് ആണ്. അതുകൊണ്ട് ഞാൻ അധികം ഐറ്റംസ് ഒന്നും എടുത്തില്ല. അധികം എനിക്ക് വാങ്ങിക്കാനും ഉണ്ടായിരുന്നില്ല. ഇത് ഇടയ്ക്കേൻ്റെ ചെറിയൊരു ഷോപ്പാണ്. നമുക്ക് കയറി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഇവിടെ ഈ സ്വൈബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റസ്ക് ആട്ടോ. രണ്ട് സൈഡും എനിക്ക് തോന്നുന്നു ബേക്ക്ഡ് ആണെന്ന് തോന്നുന്നു ഇവർ സ്വൈബാക്ക് എന്ന് പറയണത്. അപ്പോൾ ഇത് റസ്ക് വാങ്ങണമെങ്കിൽ ഇത് നോക്കിയാൽ മതി കേട്ടോ, സ്വൈബാക്ക് എന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ട റോസ്മാൻഡ 8 മണിയായി. 8 മണിയായപ്പോഴേക്കും എല്ലാം ക്ലോസ് ആയി ഓൾമോസ്റ്റ്. ചില ഷോപ്സൊക്കെ തുറന്നിരിക്കും, പക്ഷെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരും വേഗം അടയ്ക്കും. വിൻ്ററിലായതുകൊണ്ട്, ഐ മീൻ സമ്മറിലായതുകൊണ്ട് കേട്ടോ. വിൻ്റർ ആണെങ്കിൽ ഇപ്പം എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ മീറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു അഫ്ഗാനി ഷോപ്പിൽ കയറിയിട്ടോ. ഇവര് ഓൾമോസ്റ്റ് അടച്ചു, പക്ഷെ ഞാൻ പോയതുകൊണ്ട് പിന്നെ അവരെനിക്ക് എടുത്തു തന്നു. സൗണ്ട് കേൾക്കണ്ട, ഹിന്ദി പാട്ടാട്ടോ. അഫ്ഗാനിസ്ഥാൻ ഷോപ്പ്. അവർക്ക് ഹിന്ദി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. Meaning you understand? Songs meaning you understand? You know Hindi? You understand? അഫ്ഗാനിസ്ഥാൻകാർക്ക് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ എപ്പോ പോയാലും അവർ ഇന്ത്യയിലത്തെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ഡേ അവസാനിച്ചു. ഇനി ബെർലിൻ വിശേഷങ്ങളോ ജർമ്മനി വിശേഷങ്ങളോ എന്തിനെ കുറിച്ച് അറിയണമെങ്കിലും ഡു കമന്റ്.